നമസ്കാരം. ഇന്നത്തെ കാലത്ത് പ്രതികരിച്ചാലും കുറ്റം, പ്രതികരിച്ചില്ലെങ്കിലും കുറ്റം അല്ലെ? കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലേക്ക് പോകുന്ന രണ്ട് യുവതികൾക്ക് ഒരു മധ്യവയസ്കനിൽ നിന്നുണ്ടായ നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കഥയൊന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം. അപ്പോൾ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയുടെ സഹോദരിയും കൂടി യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു മധ്യവയസ്കൻ, ഒരു കിളവൻ ഇരിക്കുന്നുണ്ട്. മധ്യവയസ്കൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബഹുമാനം കൂടിപ്പോകും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കിളവൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിയോട്, നമ്മുടെ സെന്ററിൽ ഇരുന്ന പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. കൈ കൊണ്ടൊക്കെ കുറച്ച് കുൽസിത പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് തന്റെ സഹോദരിയോട് അവൾ പറയുകയും സഹോദരി ഇത് ക്യാമറയിൽ പകർത്താൻ തുടങ്ങി. കാരണം ഒരു തെളിവിന് വേണ്ടിയിട്ട് ആ കുട്ടി ക്യാമറയിൽ എടുത്തു. അത് വലിയൊരു തെറ്റായിട്ടൊക്കെ പിന്നീട് മാറിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാമറയിൽ ഇത് പകർത്തി. കാരണം തെളിവിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ എടുത്ത് പറയുന്നത് കേട്ടോ. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു എനിക്ക് വല്ലാണ്ട് ഇറിറ്റേഷൻ ആവും പറഞ്ഞു. അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ ഈ സഹോദരി എഴുന്നേറ്റ് പോവുകയും അയാളുടെ എഴുന്നേറ്റ് പോയിട്ട് പുറത്ത് സീറ്റിന് പുറത്ത് വന്നിട്ട് അയാളുടെ കരണം നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. കാരണം നോക്കി പൊട്ടിച്ചത് മാത്രമല്ല, അവള് വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, അയാളുടെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊട്ടിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ അയാളുടെ മുഖത്തുണ്ടായിരുന്ന കണ്ണടയ്ക്ക് പറന്നുപോയി. ആ സ്പോട്ടിൽ അയാളുടെ കിളിയും പറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് ബോധം വന്നിട്ടുണ്ടാവും സത്യം പറഞ്ഞു. ഇതാണ് അന്നത്തെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടി പ്രതികരിച്ചതിന് ശേഷം എന്തായാലും പെൺകുട്ടി ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പല പെൺകുട്ടികളും ഇത് മടിച്ച് പേടിച്ച് ഒന്നും പറയാതെ സഹിച്ചിട്ടൊക്കെ നിൽക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടാവും അല്ലെ? ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അനുഭവം ഇല്ലാത്ത ഒരു പെൺകുട്ടികൾ ഉണ്ടാവില്ല. പ്രായമുള്ളവരായാലും ചെറിയ കുട്ടികളായാലും ഇങ്ങനെയുള്ള കുറെ എണ്ണം ബസ്സിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് ശല്യം ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് കിഴവന്മാരായാലും ശരി, യുവാക്കളായാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെൺകുട്ടി ആ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ചു. അങ്ങനെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കമന്റ് നോക്കുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ കമന്റ് നോക്കും. അപ്പോൾ കമന്റ് നോക്കിയിട്ട് താഴേക്ക് പോകും തോറും ചില കമന്റുകൾ പറയുന്നുണ്ട് അവിടെ വീഡിയോ എടുത്ത് സുഖിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ. പിന്നെ ഒരു കണ്ടന്റിന് വേണ്ടി ഇപ്പൊ ഈ ഷൗട്ട് ചെയ്ത അടിച്ച പെൺകുട്ടിക്ക് ഒരു ചാനലുണ്ട്. അപ്പോൾ ചാനലിന് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പെൺകുട്ടിക്ക് ആദ്യമൊക്കെ വീഡിയോ എടുത്തു, അല്ലെങ്കിൽ അനുഭവിച്ച കുട്ടി സുഖിച്ചിരുന്നു, പിന്നെയാണ് പ്രതികരിച്ചത്. അങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള പല പല കമന്റുകളും അതിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സത്യം പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്, പുച്ഛമാണ് തോന്നുന്നത്. സത്യം എന്താണ് ഇത്? ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സഹോദരിമാരോ അല്ലെ അമ്മമാർക്കോ അല്ലെ ഭാര്യമാർക്കോ മക്കൾക്കോ പെൺമക്കൾക്കോ ആണ് ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം ഉണ്ടായിട്ടൊക്കെ നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചിരുന്നിട്ടല്ലേ, അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോ എടുക്കുമല്ലേ, വീഡിയോ എടുക്കുമല്ലേ, അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ ഈ പറഞ്ഞു നിൽക്കോ? അപ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാൻ നിങ്ങൾ പോവില്ലേ? എന്തിനാണ് അവർ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഇത്രയും അനുഭവിച്ചു? ആ പെൺകുട്ടികൾ മോശമായ അനുഭവം ഉണ്ടായി, എന്നിട്ടും ആ പെൺകുട്ടികൾക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് പോലും അല്ല കൊടുക്കുന്നത്, ഒരു ധൈര്യമല്ല കൊടുക്കുന്നത്. ആ പെൺകുട്ടി ചെയ്ത നല്ല കാര്യം എന്ന് പറയുന്നതിന് പകരം ആ പെൺകുട്ടിയെ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് തളർത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരുത്തനും അല്ലെങ്കിൽ ഒരുത്തയും പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ എന്താ കുട്ടി ഇവിടെ സംഭവിച്ചത്, എന്താ മോളെ സംഭവിച്ചത്, എന്തിനാ ഇയാൾക്ക് അടി കൊടുത്തത്, എന്താ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഒരാളും ചോദിച്ചില്ല. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ആരൊക്കെ 2-3 പേരെങ്കിലും വന്നിട്ടൊക്കെ ചോദിക്കാനുണ്ടാവുമല്ലോ. ഇത് ആ പെൺകുട്ടിക്ക്, രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ പ്രശ്നത്തിലാവുമ്പോൾ ഇയാൾ ഒന്ന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ആ ബസ്സിൽ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, തൊട്ടടുത്തിരിക്കുന്ന ചേട്ടന്മാരൊക്കെ നല്ല പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുകയാണ്. എന്താ ഇവരോടൊക്കെ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിലുള്ള കണ്ടക്ടർ ഇതിന് ശേഷം കേസ് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു പെൺകുട്ടി പറയുന്നുണ്ട്. അതൊക്കെ പക്ഷെ ആ സ്പോട്ടിൽ ഇവർക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് കുറെ ആ പെൺകുട്ടിയുടെ പിന്നീട് ആ പെൺകുട്ടി ഏതൊരു ചാനൽ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ആ പെൺകുട്ടി വളരെ വിഷമത്തിൽ പറയുന്നുണ്ട്, ആ ബസ്സിലുണ്ടായിരുന്ന ഒരുപാട് ചേച്ചിമാരുണ്ടായിരുന്നു, കുറെ എന്താ ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്, കുറെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവരാരും എഴുന്നേറ്റ് വന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാകുന്ന കാണുമ്പോൾ, അതൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചെറിയൊരു മോട്ട് വിഷമം ഉണ്ടാകുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കാനുള്ള ഒരു മാനസിക ഒരു നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് ചോദിച്ചു പോലെ, അതുപോലും അവിടെ ഇരുന്ന ഒരു സ്ത്രീ പോലും ചോദിച്ചില്ല എന്നാണ് ആ പെൺകുട്ടി. വളരെ വിഷമം പിടിച്ച സംഭവം കേട്ടോ. വളരെ ഇത്രയും എന്താ പറയുക, സൗമ്യക്ക് വേണ്ടി മറ്റേ അയ്യോ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചില്ല ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ള വിഷമിക്കുന്ന കേരള ജനതയാണ്. എന്നിട്ടാണ്
കൺമുന്നിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന ഒരാളും ഇതിനെ പ്രതികരിച്ചില്ല, അല്ലെ ആ പെൺകുട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിലോ അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസികളെടുത്തോ അല്ലെ ബന്ധുക്കളിനെടുത്തോ നമ്മുടെ ഫ്രണ്ട്സിനെടുത്തുനിന്നോ ഒക്കെ പല പെൺകുട്ടികൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടാകാം. അവരത് പേടിച്ചിട്ട് പറയാതിരിക്കുന്നുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾ പേടിച്ച് പറയാതിരിക്കരുത്. ധൈര്യമായിട്ട് തുറന്നു പറയും നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇതുപോലെ ഈ പെൺകുട്ടി ചെയ്തതുപോലെ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കും. കാരണം ഇങ്ങനെയുള്ളവന്മാർ എന്തായാലും പുറത്ത് വരണം അല്ലെ. ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. പിന്നെ പ്രായം ആയവരും അല്ലാത്തവരും ഒക്കെ കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മൾ കാണുന്ന സമയത്ത് ചിരിച്ച് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും. പിന്നീടാണ് ഇയാളുടെ പിന്നെ സ്വഭാവം ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പെട്ടെന്നായിരിക്കും നമ്മളൊരു വാർത്തയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോയിൽ മനസ്സിലാവാം ഞാൻ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഏതൊരു പെൺകുട്ടിയും ഇതുപോലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തുറന്നു പറയാം, പ്രതികരിക്കാം. നോ എന്ന് പറയാൻ, ഇതുപോലെ പ്രതികരിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവണം. നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ പിന്നെ അനാവശ്യമായിട്ട് നമ്മുടെ അധികാരമില്ലാതെ സ്പർശിക്കുകയോ നമ്മൾ വേണ്ടാത്ത രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്ത് അത് ആരായാലും നമ്മുടെ വീട്ടിലുള്ള ആളായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഇനി ആര് തന്നെയായാലും അപ്പോൾ തന്നെ പ്രതികരിക്കാൻ പോവുക. അപ്പോൾ തന്നെ നോ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അതിന് നമ്മൾക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മളത് പറഞ്ഞ് നമ്മൾ മനസ്സിന് ധൈര്യം നമ്മൾ കൊടുക്കണം. അതിനുള്ള ധൈര്യം നമ്മൾ തന്നെ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണം. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ അവരുടെ ആ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് പിന്നെ ധൈര്യമായിട്ടിരിക്കും മോളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുണ്ട് സപ്പോർട്ട്. കുറെ ചേട്ടന്മാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ, കുറെ ചേച്ചിമാരും കാണുന്നുണ്ടാവും. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു സമാധാനമാവട്ടെ. പിന്നെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രതികരിച്ചതിൽ നന്നായിട്ടുണ്ട്, ഭീഷണിയൊന്നും മോള് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് അതായത് സമാധാനമായിട്ട് ഇത്ര പേരെങ്കിലും ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി ഒന്ന് സമാധാനത്തിരിക്കട്ടെ. കാരണം അതും ചിലപ്പോൾ എത്ര ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതും വിഷമിച്ചിട്ട് തന്നെയായിരിക്കും അവിടെ ഇരിക്കുന്നത്. ഇത്രയും മോശമായ ഒരു അനുഭവം സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടും പിന്നെയും നെഗറ്റീവ് പറയാൻ വേണ്ടി ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയുമ്പോഴായിരിക്കും ആ പെൺകുട്ടി വേണമെങ്കിൽ കണ്ണ് തള്ളിയിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മൾ ഞാനും വരെ അമ്പരം പോയി. ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടത് അനുഭവിച്ചു, മോശമായ രീതിയിൽ ഒരു ബസ്സിലുള്ളത് അനുഭവിച്ചു. എന്നിട്ടും അതിനെയും നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം പറയുക. എന്തായാലും നല്ല കമന്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ പോയിട്ട് അഭിപ്രായം പറയുക.